ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. കണിമംഗലം, പുതുക്കാട്, തിരുവില്ലാമല, പേരാമ്പ്ര എന്നിവിടങ്ങളിലുണ്ടായ വാഹനാപകടത്തിലാണ് ബൈക്ക് യാത്രികർ മരിച്ചത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിശാന്തമായി. കൂട്ടുനേർച്ചയ്ക്ക് വൻ തിരക്ക്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. നിർമ്മാണം പൂർത്തീകരിച്ച സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് അടച്ചിട്ടതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ 2 പേർ പോലീസ് പിടിയിൽ. ചേറ്റുവ സ്വദേശി നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. ഗുരുവായൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് 3 പവന്റെ മാല കവർന്നു. സമീപത്തെ വീട്ടിൽ നിന്നും 2.5 ഗ്രാമിന്റെ കമ്മലും പണവും മോഷണം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വെണ്ണാട്ടുപറമ്പിൽ ജോയിയുടെ മകൻ 18 വയസ്സുള്ള അലനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. മരാക്കര മേച്ചേരിപ്പടി ആൻസിന്റെ മകൻ 19 വയസ്സുള്ള ആൻസ്റ്റിൽ നേരത്തെ മരിച്ചിരുന്നു. ആൻസ്റ്റിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയും അലൻ വരന്തരപ്പള്ളി CJM അസംഷൻ HSSലെ +2 വിദ്യാർത്ഥിയുമാണ്. തിരുവല്ലാമലയിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പുതുക്കോട് സ്വദേശി സഞ്ജയാണ് മരിച്ചത്. പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അപകടത്തിൽ ഓട്ടോ മറിഞ്ഞ് ഓട്ടോ യാത്രികരായ കുടുംബത്തിനും നിസ്സാര പരിക്കേറ്റു. കണിമംഗലം ഓവർബ്രിഡ്ജിന് സമീപം ബൈക്കിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചേർപ്പ് സ്വദേശി കോച്ചേരി പറമ്പിൽ 35 വയസ്സുള്ള വിനോദ് കുമാറാണ് മരിച്ചത്. ഒറ്റപ്പാലം തൃശൂർ റൂട്ടിലോടുന്ന വേദോ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന വിനോദ് കുമാർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ തൃശൂർ ഭാഗത്തേക്ക് വന്ന് ബസ് ഇടിക്കുകയായിരുന്നു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. നെടുപുഴ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിൽ പേരാമ്പ്ര സർവീസ് റോഡിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊടകര വല്ലപ്പടി മടത്തിക്കര ഷാജി ആണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ കരാർ തൊഴിലാളിയായ ഷാജി ജോലിക്ക് പോകുന്നതിനിടെ സർവീസ് റോഡിൽ വെച്ച് ലോറി ബൈക്കിലിടിച്ചാണ് അപകടമുണ്ടായത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. രാവിലെയും വൈകുന്നേരവുമാണ് പേരാമ്പ്ര ഭാഗത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി അനുഭവപ്പെടുന്നത്. പേരാമ്പ്ര പമ്പ് പരിസരം മുതൽ കൊടകര മേൽപ്പാലം വരെയുള്ള 3.5 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ ഫലമാണ് ഇവിടെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതെന്ന് പേരാമ്പ്ര സ്വദേശി ജോജു ചെങ്ങിനിയാടൻ പറഞ്ഞു. ഇവിടെ ഭയങ്കര ദുരിതമാണ് ഇപ്പൊ ഈ ഭാഗത്തുള്ളവരും ഹൈവേ കൂടെ പോണവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് ഇത്ര നാളായിട്ട് ഒരു ആക്സിഡന്റ് നടക്കാണ്ടിരുന്നത്. ഇന്നിപ്പോ ആ മരിച്ച വ്യക്തിനെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. ആളുടെ പെങ്ങള് എന്റെ കൂടെ പഠിച്ചതാണ്. എനിക്ക് അടുത്തറിയാവുന്ന വ്യക്തിയാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ ഹൈവേക്കാരുടെ അനാസ്ഥ മൂലം ജീവൻ പൊലിഞ്ഞു പോയത്. ആള് മരിച്ച സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദിവസം പോണ സ്ഥലമാണ്. അവിടെ ആ സ്ലാബിന്റെ ഇടയിൽ പെട്ട് ആള് റോഡിലേക്ക് മറിഞ്ഞു വീണിട്ടാണ് മരിച്ചതെന്ന് പറയുന്നത്. ഇത് തീർത്തും അനാസ്ഥ കൊണ്ട് മാത്രം ഉണ്ടായ ഒരു മരണമാണ്. അവിടെ പല സ്ലാബുകളും ഒടിഞ്ഞും പൊടിഞ്ഞും പോയിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പേരാമ്പ്ര പെട്രോൾ പമ്പ് മുതൽ അപ്പോളോ ഫാക്ടറി വരെ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായാണ് വാഹന ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ഏറെ ക്ലേശം അനുഭവിക്കുകയാണ്. സർവീസ് റോഡരികിലെ കാണിക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ പൊട്ടുന്നതും ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. കാണിക്ക് മുകളിലെ തകർന്ന സ്ലാബ് പുനർനിർമ്മിച്ചപ്പോൾ അതിനു സമീപം വെച്ചിരുന്ന കോൺക്രീറ്റ് ബാരിയറിൽ തട്ടി ലോറിക്കടിയിലേക്ക് വീണ് ശനിയാഴ്ച ബൈക്ക് യാത്രികൻ മരണപ്പെട്ടിരുന്നു. ദേശീയപാത അധികൃതരുടെ അശ്രദ്ധയും നിരുത്തരവാദപരമായ നിലപാടുമാണ് മരണത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്താൽ പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്കും അപകട സാധ്യതയും ഒഴിവാക്കാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ചില സ്ഥലത്ത് അവര് ഇരുമ്പിന്റെ കഷ്ണൊക്കെയാണ് വെച്ചിട്ട് അതിൽ കൂടെയാണ് വണ്ടി വിടുന്നത്. വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു ചെറിയ സജഷൻ എന്താന്ന് വെച്ചാല് വലിയ വണ്ടികള് ആ കോട്ടയിൽ നിന്ന് തിരിഞ്ഞു പോകാവുന്ന ഒരു സംവിധാനം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ബ്ലോക്ക് കുറെ കുറഞ്ഞു കിട്ടും. ഞാനിതിലെ ദിവസവും സഞ്ചരിക്കുന്ന ആളാണ്. അങ്ങോട്ട് ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യാണ്. പല ദിവസങ്ങളിലും 2 മണിക്കൂറും 1.5 മണിക്കൂറും കിടന്നിട്ടാണ് ഈ ഒരു ചെറിയ പോയിന്റ് കടന്നു പോകാൻ പറ്റണത്. അപ്പോൾ പല ദിവസങ്ങളിലും ഞാൻ കാണുന്നുണ്ട് ആശുപത്രി പോണ ആംബുലൻസുകൾ, അടിയന്തരമായിട്ട് പോണ പല ആളുകളും ഇതിന്റെ ഇടയിൽ കിടന്ന് പ്രാവണത്.
ചാലക്കുടി ഭാഗത്തേക്കുള്ള ഭാരവാഹനങ്ങൾ വല്ലപ്പാടി കനകമല മേച്ചിറ വഴി തിരിച്ചുവിട്ടാൽ പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാകും. ചാലക്കുടി ഭാഗത്തുനിന്ന് കൊടകരയിലേക്ക് വരുന്ന ഭാരവാഹനങ്ങളെ പോട്ട ആളൂർ വഴി കൊടകരയിലേക്ക് തിരിച്ചുവിട്ട് ഗതാഗതം ക്രമീകരിച്ചാൽ ചെറുവാഹനങ്ങൾക്കും ബസ്സുകൾക്കും പേരാമ്പ്രയിലൂടെ സുഗമമായി കടന്നുപോകാൻ കഴിയും. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ 1 മാസം മുമ്പ് അധികൃതർ തീരുമാനമെടുത്തിരുന്നെങ്കിലും നടപ്പാക്കിയില്ല. കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശാസ്ത്രീയവും പ്രായോഗികവുമായ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ വീണ്ടും അപകടം. KSRTC ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക്. മുപ്ലിയം സ്വദേശി കാവുംപാറ വീട്ടിൽ ശ്രീനിവാസനാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന ബസ് തെറ്റായ ദിശയിലൂടെ സ്റ്റാൻഡിലേക്ക് കടക്കുന്നതിനിടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഡിവൈഡറിനും ബസിനും ഇടയിൽ കുടുങ്ങിയ സ്കൂട്ടറിൽ നിന്ന് ശ്രീനിവാസനെ സമീപത്ത് സമരം നടത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് രക്ഷപ്പെടുത്തിയത്. സ്കൂട്ടറിൽ ബസ് ഇടിച്ചതറിയാതെ ഡ്രൈവർ ബസ് മുന്നിലേക്ക് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെടാതെ സ്കൂട്ടർ യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസ്സിൽ ബൈക്കടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു. മരണക്കണിയായ പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെ അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മഞ്ചിയുമായി എത്തി ദേശീയപാത ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ മഞ്ച വെച്ച് ഉപരോധിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി സിബി കുടിയൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സിൻഡോ പയ്യപ്പള്ളി, ലിനോ മൈക്കിൾ, PP ചന്ദ്രൻ, ഹരൻ ബേബി, പ്രതീഷ്, ജിതിൻ പ്രിൻസ്, അഭയൻ, അഭിഷേക്, എഡ്വിൻ ആന്റോ, ലിൻസൺ പല്ലൻ എന്നിവർ സംസാരിച്ചു. ഇത്രയും കാലമായിട്ട് ഈ KSRTC ബസ് സ്റ്റാൻഡ് തീർച്ചയായിട്ടും അതൊരു മരണക്കിണിയാണ്. ചന്ദ്രാപിന്നി ദേശീയപാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. കുന്നംകുളത്ത് നിന്ന് മീനുമായി എറണാകുളത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാനും ഇടമടത്തേക്ക് വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാത്രി ചന്ദ്രാപിന്നി സെന്ററിന് വടക്ക് പഴയ മനോജ് തിയേറ്ററിന് സമീപത്തായിരുന്നു അപകടം. കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. വിശ്വാസ തീക്ഷ്ണതയോടെ 10,000ങ്ങളാണ് വിശുദ്ധന്റെ തിരുസന്നിധിയിലെത്തിയത്. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പൊതുവണക്കത്തിനായി ദേവാലയ മുഖമണ്ഡപത്തിൽ പ്രത്യേകം അലങ്കരിച്ച രൂപക്കൂടുകളിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് കരിമരുന്ന് കലാപ്രകടനം അരങ്ങേറി. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളോടെ രാത്രി ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ നേർച്ച ഭക്ഷണ വിതരണം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വരെ തുടരും. 1,00,000 പേർക്കാണ് നേർച്ച വിതരണം ഒരുക്കിയിട്ടുള്ളത്. പാവറട്ടി തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുമുറ്റമേളം ഫ്യൂഷൻ ആസ്വാദകർക്ക് ആവേശമായി. ബാൻഡ് വാദ്യവും വാട്ടർ ഡ്രമ്മും കൂടി സമന്വയിച്ച ഫ്യൂഷൻ ദേവാലയ തിരുമുറ്റത്ത് പ്രത്യേക വേദിയിൽ അരങ്ങേറി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി തിരുമുറ്റമേളം ഫ്യൂഷൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ CRP ബാൻഡും ബെൽസ് മ്യൂസിക് ബാൻഡുമാണ് തിരുമുറ്റമേളം ഒരുക്കിയത്. തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റി ഭാരവാഹികളായ KF ലാൻസൺ, ജിൻ വർഗീസ്, ജോൺ പെന്നീസ്, ജിൽസ് തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുനാൾ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യാപാരികളുടെ ബഹുനില ദീപാലങ്കാര പന്തൽ പ്രകാശിതമായി. 75 അടി ഉയരത്തിലുള്ള അലങ്കാര പന്തലിൽ 1,00,000 ബൾബുകളാണ് വിവിധ ഡിസൈനുകളിൽ പ്രകാശം പരത്തുന്നത്. പാവറട്ടി പുതുമനശ്ശേരി ഷമീർ സൗണ്ടാണ് ദീപാലങ്കാരം ഒരുക്കിയിട്ടുള്ളത്. 5 നിലകളിലായാണ് പന്തൽ. 30 ഡിസൈനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ആർഷിദ് വെള്ളറക്കാടാണ് പന്തൽ നിർമ്മാണം. പന്തൽ ദീപാലങ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന സ്വിച്ച് ഓൺ ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ പ്രദക്ഷിണത്തിന് ചാരുതയേകുന്ന പൊൻകുരിശുകളുടെ പ്രദർശനം നടന്നു. 81 കുടുംബ കൂട്ടായ്മകളെ പ്രതിനിധീകരിച്ച് 81 പൊൻകുരിശുകളാണ് പ്രദർശനത്തിന് ഒരുക്കിയിരുന്നത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, കേന്ദ്ര സമിതി കൺവീനർ സേവിയർ അറക്കൽ, AT ജോയ്, റിമ ടോമി, ആന്റണി ബിജോ, റാഫി നിലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു.
അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലാണ് കുരുക്കേറിയത്. ശനിയാഴ്ച രാവിലെ ആമ്പലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടതോടെ കൃത്യസമയത്ത് ജോലിക്കെത്താൻ കഴിയാതെ ആളുകൾ വലഞ്ഞു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾ ഏറെ നേരം കാത്തുകിടന്നാണ് കടന്നുപോയത്. ആമ്പലൂരിലെ തിരക്കൊഴിവാക്കാൻ NHAI അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നിർമ്മാണം പൂർത്തീകരിച്ച സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് അടച്ചുകെട്ടിയിരിക്കുകയാണ്. വരന്തരപ്പള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കയറുന്നത് ഇരുവശങ്ങളിലും തിരക്കേറാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ ആമ്പലൂർ സെന്ററിലെ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം താൽക്കാലികമായി മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന 2 പേർ പോലീസ് പിടിയിലായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചേറ്റുവ പാലത്തിന് സമീപം നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസിൽ നിന്ന് രാസലഹരിയായ MDMAയുമായി 2 പേരെ പിടികൂടിയത്. ചേറ്റുവ സ്വദേശി പുത്തൻപേടിയിൽ നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. രാസലഹരി ഉപയോഗിക്കുവാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്തുവാനുള്ള സിപ്പ് ലോക്ക് കവറുകളും വാഹനത്തിൽ നിന്നും കണ്ടെടുത്തു. ആംബുലൻസിലും രാസലഹരി ഉപയോഗിക്കുവാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുത്തിരുന്നു. റൂറൽ DCRB DYSP ഉല്ലാസ് കുമാർ, കൊടുങ്ങല്ലൂർ DYSP VK രാജു എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ CR പ്രദീപ്, SIമാരായ ജയരാജ്, മുഹമ്മദ് റാഫി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കല്യാണ വീടുകളിലേക്കും വിരുന്നുകളിലേക്കും വൻതോതിൽ വാറ്റുചാരായം എത്തിച്ച് നൽകിയിരുന്നയാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചായപ്പാൻകുടി സ്വദേശി മാങ്ങാടൻ വെട്ടിൽ സജീഷിനെയാണ് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 15 ലിറ്റർ വാറ്റുചാരായം കണ്ടെടുത്തു. ഇയാൾ കാലങ്ങളായി വനമേഖലയോട് ചേർന്ന് താമസിച്ച് വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ചാരായം വാറ്റ് നടത്തിവരികയായിരുന്നു. ചില്ലറ വിൽപ്പന നടത്താതെ മൊത്തമായി വിവാഹ പാർട്ടികൾക്കും മറ്റ് വിരുന്നുകൾക്കും എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇയാൾ പിന്തുടർന്നിരുന്നത്. കുറ്റിച്ചിറയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ കുറ്റിച്ചിറ ചെറുപറമ്പിൽ മുകേഷിനെ 24 കുപ്പി മദ്യവുമായി ചാലക്കുടി എക്സൈസ് അഡീഷണൽ ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തില്ലനും സംഘവും അറസ്റ്റ് ചെയ്തിരുന്നു. ഗുരുവായൂരിൽ വീടിനകത്ത് കയറിയ മോഷ്ടാവ് വീട്ടമ്മയെ ആക്രമിച്ച് 3 പവന്റെ മാല കവർന്നു. സമീപത്തെ വീട്ടിൽ നിന്ന് 2 ഗ്രാമിന്റെ കമ്മലും മോഷണം പോയിട്ടുണ്ട്. മാവിൻചുവട് അമ്പാടി നഗറിൽ ഈശ്വരീയത്തിൽ പരമേശ്വരൻ നായരുടെ ഭാര്യ കനകകുമാരിയുടെ മാലയാണ് കവർന്നത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നതിനിടയിലാണ് ചാരിയിട്ടിരുന്ന മുൻവശത്തെ വാതിൽ തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയത്. ഇവർ പരിഭ്രമിച്ചപ്പോഴേക്കും മോഷ്ടാവ് മാല വലിച്ചു പൊട്ടിച്ച് രക്ഷപ്പെട്ടു. പിടിവലിയിൽ താലിയും ലോക്കറ്റും പൊട്ടി താഴെ വീണു. കയ്യിൽ കിട്ടിയ മാലയുമായി മോഷ്ടാവ് മതിൽ ചാടി രക്ഷപ്പെട്ടു. തൊട്ടടുത്ത് പൂട്ടിക്കിടന്നിരുന്ന ചിറ്റിലപ്പള്ളി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നാണ് കമ്മൽ മോഷണം പോയത്. വാടകയ്ക്ക് താമസിക്കുന്നവർ വീട് പൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. വാതിലിന് മുകളിൽ വെച്ചിരുന്ന താക്കോലെടുത്ത് തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അലമാരയിൽ ചെറിയ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന കമ്മലാണ് നഷ്ടപ്പെട്ടത്. ഇതോടൊപ്പം ഉണ്ടായിരുന്ന 500 രൂപയും മോഷ്ടിച്ചിട്ടുണ്ട്. സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു. മോഷ്ടാവ് ചുവന്ന ഷർട്ടും കറുത്ത മുണ്ടുമാണ് ധരിച്ചിരുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാവിലെയും രാത്രിയിലുമുള്ള എഴുന്നള്ളിപ്പും കലാപരിപാടികളും മാത്രമല്ല, വിവിധ ക്ഷേത്രകലകളുടെയും സംഗമവേദി കൂടിയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൂടൽമാണിക്യം ഉത്സവം. ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പാടകം, കുറത്തിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, ബ്രാഹ്മണിപ്പാട്ട് എന്നീ ക്ഷേത്രകലകളാണ് ഉത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. ശീവേലി ആരംഭിക്കുന്ന ദിവസം മുതൽ പള്ളിവേട്ട വരെ ഈ കലകൾ അവതരിപ്പിക്കും. ശീവേലിക്ക് ശേഷം സന്ധ്യാവേല പന്തലിലാണ് ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിവ നടക്കുന്നത്. കുലീപിനി തീർത്ഥമണ്ഡപത്തിൽ വൈകിട്ട് പാടകവും കുറത്തിയാട്ടവും നടക്കും. സന്ധ്യയ്ക്ക് കൂത്തമ്പലത്തിൽ പാരമ്പര്യാവകാശി അമ്മന്നൂർ ചാക്യാർ മഠത്തിൽ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, പാരമ്പര്യാവകാശി വില്ലവട്ടത്ത് നങ്ങ്യാർ കുടുംബങ്ങൾ അവതരിപ്പിക്കുന്ന നങ്ങ്യാർകൂത്ത് എന്നിവയും അരങ്ങേറും. വേളൂക്കര പട്ടത്തെയും തെക്കേ പട്ടത്തെയും കുടുംബാംഗങ്ങളാണ് ബ്രാഹ്മണിപ്പാട്ട് അവതരിപ്പിക്കുക. രാത്രി വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങിയാൽ ക്ഷേത്രത്തിൽ ബ്രാഹ്മണിപ്പാട്ട് നടക്കും. ഇതിനെല്ലാം പുറമെ കിഴക്കേ ഗോപുരനടയിൽ തായമ്പക, സന്ധ്യാവേല പന്തലിൽ മദളപ്പറ്റെ, കുഴൽപ്പറ്റെ, കൊമ്പുപറ്റെ, നാദസ്വരം എന്നിവയും രാവിലെയും വൈകിട്ടും സോപാനത്ത് അഷ്ടപതിയും ഉത്സവ ദിനങ്ങളിൽ നടക്കും. ഏറെ ആസ്വാദകരാണ് ഈ ക്ഷേത്രകലകൾ കാണാനും ആസ്വദിക്കാനുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ആചാരത്തിന്റെ ഭാഗമായിട്ടാണ്
ഈ കലകൾ ഉത്സവ നാളുകളിൽ അവതരിപ്പിക്കുന്നത്. TCV ഇരിങ്ങാലക്കുട. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിലെ ആദ്യ ശിവേലി നടന്നു. ശിവേലി ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. ചൈത്രമച്ചു ഭഗവാന്റെ തിടമ്പേറ്റി. പല്ലാട്ട് ബ്രഹ്മദത്തൻ വലതും പാർമിക്കാവ് കാശിനാഥൻ ഇടതും കൂട്ടാനകളായി. ദേവദാസ് ആരോമൽ, നന്ദിലത്ത് ഗോപികണ്ണൻ എന്നിവർ ഉള്ളാനകളടക്കം 17 ഗജവീരന്മാർ ശിവേലി എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ഇരിങ്ങാലക്കുട രാജീവ് വാര്യരുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരുന്ന പഞ്ചാരിമേളവും അരങ്ങേറി. വൈകിട്ട് ക്ഷേത്രത്തിൽ വിളക്കാഘോഷം നടക്കും. കനത്ത വേനൽ ചൂടിലും കൂടൽമാണിക്യം ക്ഷേത്രോത്സവം ദർശിക്കാനെത്തുന്നവർക്ക് ആശ്വാസമായി സൗജന്യ സംഭാര വിതരണം. ക്ഷേത്രം കിഴക്കേ നടയിലാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണം നടത്തുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭ, സേവാഭാരതി, കൂടൽമാണിക്യം ക്ഷേത്ര ആചാര സംരക്ഷണ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ സംഭാര വിതരണവും അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണവും നടത്തുന്നുണ്ട്. തിരുവള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മോതിരവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 2 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവള്ളക്കാവ് സ്വദേശി നന്ദിപുലം വീട്ടിൽ യദുകൃഷ്ണൻ, ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ ആൽവിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കരാഞ്ചിറ സ്വദേശി കവലക്കാട്ട് വീട്ടിൽ ബിനു ജോസിനാണ് മർദ്ദനമേറ്റത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സുരേഷ്, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, എസ്ഐമാരായ പ്രദീപ്, സജിപാൽ, ജയകൃഷ്ണൻ തുടങ്ങിയവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് കോടതി നിർമ്മാണ പുരോഗതി വിലയിരുത്തി MLA NK അക്ബർ. 37.9 കോടി രൂപ ചെലവഴിച്ച് 5 നിലകളിലായി നിർമ്മിക്കുന്ന കോടതിയുടെ നിർമ്മാണം അവസാന മിനുക്കുപണിയിലാണ്. നിലവിൽ കെട്ടിടത്തിന്റെ ഇന്റീരിയർ വർക്കുകളും കോടതി കുളത്തിന്റെ നവീകരണം, മഴവെള്ള സംഭരണ സംവിധാനം തുടങ്ങിയവയാണ് നടക്കുന്നത്. 50,084 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത്. ആധുനിക രീതിയിലുള്ള കെട്ടിടത്തിൽ ബാർ അസോസിയേഷൻ, ക്ലർക്ക് അസോസിയേഷൻ എന്നിവർക്കുള്ള ഹാളുകൾ, പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ അവസാനത്തോടെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാനാകുമെന്നും ഹൈക്കോടതി അനുമതിയോടെ പുതിയ കെട്ടിടത്തിൽ കോടതി ആരംഭിക്കാനാകുമെന്നും MLA അറിയിച്ചു. പൊതുമരാമത്ത് സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനി, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രജിത് കുമാർ, ബാർ അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജോലി കഴിഞ്ഞ് വരുന്ന സമയം ബൈക്ക് നിർത്തി ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളെ കൂടി വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ ഒമ്പതുങ്ങൽ സ്വദേശി കാക്കനാടൻ വീട്ടിൽ തേമാലി വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഒമ്പതുങ്ങൽ സ്വദേശി നിഖിലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒമ്പതുങ്ങൽ സ്വദേശി വിനീതിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഏപ്രിൽ 21-ാം തീയതിയായിരുന്നു സംഭവം. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മനോജ് PK, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാകേഷ് V, സിവിൽ പോലീസ് ഓഫീസർമാരായ രൂപേഷ് PV, അജിത് കുമാർ KC, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പള്ളിപ്പുറം ആലപ്പാട് പാടശേഖരത്തിന് വടക്ക് ഭാഗത്തുള്ള തോട് വൃത്തിയാക്കുന്നതിനിടെ JCB മറിഞ്ഞ തൊഴിലാളിയെ കാണാതായി. കർണാടക സ്വദേശിയായ JCB ഓപ്പറേറ്ററെയാണ് കാണാതായത്. പുത്തൻതോടിന്റെ കൈവഴിയായ തോട്ടിൽ നിന്ന് ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യുന്നതിന് ജങ്കാറിന്റെ മുകളിൽ JCB ഉറപ്പിച്ച് ജോലി ചെയ്യുന്നതിനിടെ JCB വെള്ളത്തിലേക്ക് തലകീഴായി മറിഞ്ഞ് ഓപ്പറേറ്റർ അടിയിൽ കുടുങ്ങുകയായിരുന്നു. ഫയർഫോഴ്സ് തിരച്ചിൽ തുടരുകയാണ്. മതിലകത്ത് സ്ത്രീയെ കയറി പിടിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. മതിലകം ഫെറി റോഡിൽ താമസിക്കുന്ന എരുമപ്പെട്ടി സ്വദേശി ഒഴിച്ചിരികാലിൽ വീട്ടിൽ ശ്രീരാഗിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിലകം സ്വദേശിനിയായ സ്ത്രീയെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ വെച്ച് മോശമായ ഉദ്ദേശത്തോടെ കയ്യിൽ കയറി പിടിക്കുകയും തുടർന്ന് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി, പ്രൊബേഷൻ SI അനു ജോസ്, ASI പ്രജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സബീഷ്, ഷിബിൻ, ജോൺസൺ, ജമാലുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ മേത്തല കണ്ടംകുളത്ത് വീട് പൊളിച്ചു നീക്കുന്നതിനിടയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. മതിലകത്ത് വീട്ടിൽ സുഹറയുടെ ഉടമസ്ഥയിലുള്ള ആൾതാമസമില്ലാത്ത വീട് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നതിനിടയിലാണ് 6 അടിയിലേറെ നീളമുള്ള മലമ്പാമ്പിനെ കണ്ടെത്തിയത്. നാട്ടുകാർ ചേർന്ന് പാമ്പിനെ പിടികൂടി സ്നേക്ക് റെസ്ക്യൂവറായ കണ്ണൻ അഷ്ടപതിക്ക് കൈമാറി.
ഇന്റിമസീസ് ബിയോണ്ട് ഡിസ്റ്റൻസസ് ചിത്രശില്പ പ്രദർശനത്തിന് സ്നേഹ മ്യൂസിയത്തിൽ തുടക്കം. ആർട്ടിസ്റ്റ് ജോഷിയുടെ ഇന്റിമസീസ് ബിയോണ്ട് ഡിസ്റ്റൻസസ് എന്ന പേരിലുള്ള ചിത്രശില്പ പ്രദർശനത്തിന് കൊടകരയിലെ സ്നേഹ മ്യൂസിയത്തിൽ തുടക്കമായി. സീനിയർ ഫോട്ടോഗ്രാഫറും ഫോട്ടോ മ്യൂസിയം അക്കാദമിക് ഡയറക്ടറുമായ നന്ദകുമാർ മൂടാടി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്നേഹ മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ സുരേഷ് മുട്ടത്തി, സിനിമാ നിർമ്മാതാവ് മുഹമ്മദ് ബഷീർ, കവി ജോസ് മാത്തുണ്ണി, ഗായകൻ അബി മേലൂർ എന്നിവർ സംസാരിച്ചു. പ്രദർശനം ഈ മാസം 30 വരെ സ്നേഹ മ്യൂസിയത്തിൽ ഓപ്പൺ ഗാലറിയിൽ തുടരും. ചാലക്കുടി SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ശ്രീനാരായണ ധർമ്മവും വിശ്വശാന്തി ഹോമവും സമാപിച്ചു. SNG ഹാളിൽ ശ്രീനാരായണ വൈദിക യോഗത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശ്വശാന്തി ഹോമത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ചു. PG സുന്ദർലാൽ പ്രഭാഷണം നടത്തി. SNDP യോഗം വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് മുഖ്യാതിഥിയായി. ശാന്തിമാരായ K ബാബുലാൽ, മഹേഷ്, രതീഷ് എന്നിവർ കാർമ്മികരായി. ഇന്ത്യൻ സൈനികരുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വലിയ ഗുരുതി, വിശേഷാൽ നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. സമൂഹ പ്രാർത്ഥനയുമുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, MK ജോസ്, സുരേഷ്, ബബിത, സ്വപ്ന, CDS ചെയർപേഴ്സൺ നകുല പ്രമോദ്, എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ അംഗങ്ങൾക്കുള്ള ട്രോളി വിതരണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. എന്നുള്ള നിലയ്ക്ക് ഈ ട്രോളി നിങ്ങൾക്ക് ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,045 രൂപ, പവന് 72,360 രൂപ, വെള്ളി ഗ്രാമിന് 109 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. കണിമംഗലം, പുതുക്കാട്, തിരുവല്ലാമല, പേരാമ്പ്ര എന്നിവിടങ്ങളിലുണ്ടായ വാഹനാപകടത്തിലാണ് ബൈക്ക് യാത്രികർ മരിച്ചത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിശാന്തമായി. ഊട്ടുനേർച്ചയ്ക്ക് വൻ തിരക്ക്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. നിർമ്മാണം പൂർത്തീകരിച്ച് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് അടച്ചിട്ടതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ 2 പേർ പോലീസ് പിടിയിലായി. ചേറ്റുവ സ്വദേശി നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. ഗുരുവായൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് 3 പവന്റെ മാല കവർന്നു. സമീപത്തെ വീട്ടിൽ നിന്നും 2.5 ഗ്രാമിന്റെ കമ്മലും പണവും മോഷണം പോയി. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.